ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് റെഡിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയ്ക്ക് പോകാനാണ്. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിച്ചുനെ കൊണ്ട് ആദ്യമായിട്ടാണ് തിയേറ്റർ സിനിമ കാണാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം തീരെ കുഞ്ഞു പിള്ളേരെയും കൊണ്ട് സിനിമ കാണാൻ പോകുമ്പോൾ ഉള്ള അവസ്ഥ നമുക്കറിയാമല്ലോ. അവർ ചിലപ്പോൾ കരയും, ഇരിക്കില്ല. അതുകൊണ്ട് ഇവൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാത്തതുകൊണ്ടൊരു ടെൻഷനുണ്ട്. പക്ഷേ ഇപ്പം ഏകദേശം ഉള്ളൊരു 3 വയസ്സാവാറായി. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നമ്മുടെ കുട്ടികളൊക്കെ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ ഉറങ്ങും എന്നാണ്. ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞങ്ങളും അവളെയും കൊണ്ട് ഈ ആഫ്റ്റർനൂണിൻ്റെ ഷോയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പം മൂവി നമ്മുടെ ലാലേട്ടൻ്റെ തുടരുമെന്ന് പറഞ്ഞ സിനിമയാണ്. ഇത് കലീദിയാമാളിലെ റോയൽ സിനിമാസിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. 3rd ഫ്ലോറിലാണ്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കയറി. അപ്പം നിച്ചുവിനോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു മൂവി കാണാൻ പോവുകയാണ്, ഒരു ഡാർക്ക് റൂമിലാണ്, സൗണ്ട്സ് ഉണ്ടാവും എന്നൊക്കെ. അവൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്നറിയില്ല. പക്ഷെ അവൾ ആകെ എക്സൈറ്റഡ് ആണ്. ആദ്യം പാർക്കിൽ കളിക്കാൻ പോകുന്നു എന്നാണ് അവൾ വിചാരിച്ചത്. അതുകൊണ്ടാണ് കേട്ടോ അവളുടെ അടുത്ത് അപ്പം അങ്ങനെ പറഞ്ഞു കൊടുത്തത്. അപ്പം നമ്മളിത് 3rd ഫ്ലോറിലേക്ക് കയറുകയാണ് കേട്ടോ. ഇവിടെ ചെന്നിട്ട് വേണം നമുക്കിനി ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട്. ഈ ലിഫ്റ്റിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഔട്ട് സൈഡിൽ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. നമ്മുടെ സാധാരണ മാളുകളിലൊക്കെ കാണുമല്ലോ, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻഡോർ പ്ലേ സെറ്റപ്പ്, അങ്ങനത്തെ ഒന്നാണ് ഇത്. ഇവിടെ എവറി ട്യൂസ്ഡേ 1 ദിർഹത്തിന് നമുക്ക് ഈ പ്ലേ റൈഡൊക്കെ ചെയ്യാം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് 100 AED ഒരു കാർഡൊക്കെ എടുക്കണം. നിച്ചുവിന് ഇതുവരെ എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഈ സാധനത്തേക്ക് കയറുന്ന പേടിയാണ്. അവളുടെ പേടിയൊക്കെ മാറ്റിയിട്ട് വേണം ഇനി ഇവിടെ നിന്ന് ഒരു ദിവസം കൊണ്ടുവരാൻ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനൊരു ദിവസം ചെയ്യാം. അങ്ങനെ നമ്മളിതേ സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. നമ്മൾ സ്വന്തമായിട്ട് ബുക്ക് ചെയ്തെടുക്കുന്നതാണ് മെഷീനിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഓരോ മൂവിയുടെയൊക്കെ പോസ്റ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ടിക്കറ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ മെഷീനിൽ നിന്ന് നമുക്ക് ടിക്കറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മൂവീസ് സെലക്ട് ചെയ്തിട്ട് ഏത് മൂവിക്കാണ് എടുക്കേണ്ടതെന്ന് വിചാരിച്ചാൽ ആ മൂവിക്ക് എടുക്കാം. തുടരും അവിടെ ഉണ്ട്. അപ്പോൾ ഡേറ്റ്സ് ഉണ്ട്. നേരത്തെ ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യാം, അല്ല ഇന്ന് വേണമെങ്കിൽ ഇന്ന് തന്നെ എടുക്കാം. എന്നിട്ട് നമ്മളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ സീറ്റിൻ്റെ ഓപ്ഷൻസ് ഒക്കെ വരും കേട്ടോ. അപ്പോൾ ഏത് സീറ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ സീറ്റ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ കോംബോ ഓഫേഴ്സിലേക്ക് പോകാം. അതായത് നമ്മുടെ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ആണ്. അത് നമ്മുടെ പോപ്കോണും ഡ്രിങ്ക് ഐറ്റംസ്, അങ്ങനത്തെ സാൻഡ്വിച്ച് ഐറ്റംസ് ഒക്കെയാണ്. നമുക്കിതിൽ ബുക്ക് ചെയ്യാം. ഏത് ഐറ്റം വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്തെടുക്കാം. അത് ലിൻഡസ് അവിടെ ബുക്ക് ചെയ്യുന്നുണ്ട്. നിശ്ചിതേ ഇതുവഴി ഓടി കളിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും സ്പേസ് കാണുമ്പോൾ അവൾ എന്തായാലും ഓടി കളിക്കുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം എവിടെ ഇങ്ങനെ സ്പേസ് ഉണ്ടായാലും അവൾ അപ്പോൾ ഓടാൻ തുടങ്ങും കേട്ടോ. നിശ്ചയുണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങൾ മിക്ക മാസങ്ങളിൽ സിനിമ കാണാൻ പോകുമായിരുന്നു തിയേറ്ററിൽ. പക്ഷേ ഇവൾ ഉണ്ടായതിന് ശേഷം ഇതേവരെ സിനിമ കാണാൻ തിയേറ്ററിൽ പോയിട്ടില്ല. അപ്പോൾ ഇത് ആദ്യത്തെ പോക്കാണ് കേട്ടോ. അവിടെ ഒരു സെക്യൂരിറ്റി ഒക്കെ നിൽപ്പുണ്ട്. അപ്പം അകത്തേക്ക് പോയാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഷോപ്പ് ഇത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്ത ആ ടിക്കറ്റില്ലേ, അത് ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എന്താണോ ഓർഡർ ചെയ്ത് അത് നമുക്ക് കിട്ടും. ഇതിപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വേണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ കിട്ടും, അല്ല ഇൻ്റർവെൽ ടൈമിലാണെങ്കിൽ ഇൻ്റർവെൽ ടൈമിൽ വന്ന് നമുക്ക് വാങ്ങിക്കാം. പിന്നെ ഒരു ഫുഡ് അവിടെ സെർവും ചെയ്തു തരും കേട്ടോ. ഇനി നമ്മൾ അവിടുന്ന് കോംബോ ഓഫറൊന്നും പർച്ചേസ് ചെയ്തില്ലെങ്കിൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് വാങ്ങാം. ഇത് നമ്മുടെ തുടരും മൂവിയുടെ ബോർഡൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഷോ ഉള്ള എല്ലാ മൂവീസിൻ്റെയും ബോർഡൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നിശ്ചിത സ്നോ വൈറ്റിനെയൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനോടായിരിക്കുമല്ലോ ഇൻട്രസ്റ്റ്.
അപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പം നമ്മൾ ഇവിടെയും കൊണ്ട് അകത്ത് കയറിയിട്ട് എന്താ സിറ്റുവേഷൻ എന്ന് നല്ല ടെൻഷനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെയാണ് കേട്ടോ വന്നത്. 3:30 ഷോ ആണ്, എങ്കിലും കുറച്ച് നേരത്തെ ഇങ്ങ് പോന്നു. അപ്പം അവിടുന്ന് സെക്യൂരിറ്റി പറഞ്ഞ് ഇതിൻ്റെ ഉള്ളിലേക്ക് നേരെ അങ്ങ് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത് പോവാണ് കേട്ടോ. തിയേറ്റർ കുറേ ദൂരെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടി നടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ എത്തി. ഇവിടെയാണ് നമ്മൾ മൂവി ടിക്കറ്റ് കാണിക്കുന്നത്. ആളെ അവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബോർഡുണ്ട്, എന്തൊക്കെ സാധനങ്ങൾ തിയേറ്ററിനുള്ളിലേക്ക് കയറ്റണ്ട എന്നൊക്കെ പറഞ്ഞ്. സ്ട്രോളി ഒന്നും അലൗഡല്ല, ബലൂൺസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അലൗഡല്ല എന്നോട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി നേരെ ചെല്ലുന്ന മൂവി തിയേറ്റർ ആണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അല്ലായിരുന്നു, ഇനിയും ഉണ്ടായിരുന്നു നടക്കാൻ. ഇതിങ്ങനെ ഉള്ളിലേക്ക് ഒരുപാട് വഴിയുണ്ട്. നമ്മുടെ നാട്ടിലെ തിയേറ്റർ ഒന്നും അത്രയും ദൂരം ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ഇവിടെയും ഒരു സ്നാക്സ് ബാർ ഉണ്ട്. നമുക്ക് അവിടുന്ന് എവിടുന്ന് വാങ്ങിക്കാം. അപ്പോൾ നമ്മുടെ റൂം എന്ന് പറയുന്നത് 7 ആണ്. ഇവിടെ 2 വാഷ്റൂംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, മെയിൽസിനും ഫീമെയിൽസിനും ഒക്കെ ആയിട്ട്. അപ്പം നമ്മൾ 7th റൂമിലേക്ക് കയറാൻ പോവാണ്. ഇതും തുറന്ന് കയറുന്നത് തിയേറ്റർ ആണെന്ന് ഞാൻ കരുതി. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നതും തിയേറ്റർ അല്ല, കുറച്ചും കൂടി വീണ്ടും നടക്കാനുണ്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ തിയേറ്ററിലെത്തി. ഇതൊരു ചെറിയ തിയേറ്ററാണ്, കുറച്ച് ആളുകളെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു തിയേറ്ററാണ് കേട്ടോ. പക്ഷെ നമ്മൾ ചെന്നപ്പോൾ ആരും വന്നിട്ടില്ലായില്ല, കാരണം നമ്മൾ നേരത്തെയാണ് എത്തിയത്. അപ്പം ഞാൻ നിച്ചുവിനെ മടിക്കേറ്റി ഇരുത്തിയിട്ടുണ്ട്. അവള് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോപ്കോൺ ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പോപ്കോണൊക്കെ മേടിച്ച് സെറ്റാക്കി ഇരുത്തിയേക്കാണ് കേട്ടോ അവളെ. അങ്ങനെ മൂവി തുടങ്ങാൻ പോവാണ്. നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയൊക്കെയാണെന്ന് കേട്ടത്. അതുകൊണ്ടാണ് നിച്ചുവിനെ കൊണ്ട് വരാമെന്ന് വിചാരിച്ചത്. ആദ്യം എമ്പുരാൻ കാണാനായിരുന്നു പ്ലാന്. പക്ഷേ എമ്പുരാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വയലൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്ന് കേട്ടുകൊണ്ട് പിന്നെ അത് ഞങ്ങൾ ആ പ്ലാൻ ക്യാൻസൽ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതൊരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതിന് കാണാൻ വേണ്ടി പ്ലാൻ ഇട്ടത്. അങ്ങനെ മൂവി തുടങ്ങി. നിച്ചുവിൻ്റെ മടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അവൾ ഉറങ്ങാനൊരു പ്ലാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും മൂവി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾ ഉറങ്ങി. പക്ഷേ ഇൻ്റർവെല്ലായപ്പം അവൾ എണീറ്റിരുന്നു. അപ്പോൾ അതേ പോപ്കോണൊക്കെ എടുത്ത് കൊടുത്ത് പിടിച്ചേക്കാണ് ഞാൻ. അപ്പോൾ പെട്ടെന്ന് ഇത്ര ഡാർക്ക് റൂം ഇങ്ങനെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അവൾ പിടിച്ച് കരയുമെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്തായാലും അവൾ കരഞ്ഞൊന്നുമില്ല. അവൾ എന്തായാലും സ്ക്രീനിലൊക്കെ നോക്കി കുറേ നേരം ഇരുന്നു. ആദ്യം കുറേ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ആയിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ അവളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. അതിന് ശേഷം അവൾ പിന്നെ മൂവി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഉറങ്ങാൻ തുടങ്ങി. പിന്നെ ഈ ഇൻ്റർവെൽ ആയപ്പോഴാണ് എണീറ്റത്. ഇത് ക്ലൈമാക്സ് ആണ്. അപ്പം അവൾ രണ്ടാമത്തെ പാട്ടിന് ഇൻ്റർവെൽ കഴിഞ്ഞ് പിന്നെ അവൾ ഉറങ്ങിയില്ല. പക്ഷെ അവൾ എണീറ്റിരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മൂവി കഴിഞ്ഞ് ഞങ്ങളിത് പുറത്തിറങ്ങി. അപ്പോൾ ഇപ്പോഴാണ് സമാധാനമായത്, കാരണം അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കൊണ്ട് മൂവി ഒക്കെ കാണാൻ പോകുന്നതിന് കുഴപ്പമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഈ ബാക്കിയൊന്ന് പോപ്കോൺ എടുത്തിട്ടുണ്ട്, കാരണം ഞങ്ങൾ ഓർഡർ ചെയ്ത് എക്സ്ട്രാ ലാർജ് ആയി പോയിരുന്നു. ഒരുപാട് മിച്ചം വന്നിരുന്നു, കളയണ്ടെന്ന് വിചാരിച്ചെടുത്തു. പിന്നെ മദീന സേദിലേക്കാണ് കേട്ടോ വന്നത്. ഇവിടെ ഒരു മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്ന് കേട്ടു. അപ്പോൾ കുറച്ച് മാംഗോ വാങ്ങാമെന്ന് വിചാരിച്ചു വന്നതാണ്. പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനൊരു പ്ലാനുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ഇവിടെ വെറൈറ്റി ഓഫ് മാംഗോസ് ഉണ്ട് കേട്ടോ. പല കൺട്രീസിൽ നിന്നുള്ള മാംഗോ ആണുള്ളത്, ഒരുപാടുണ്ട്. പിന്നെ ആൾക്കാർ വന്ന് ഇങ്ങനെ പിടിച്ചൊക്കെ നോക്കി എല്ലാം ഞെക്കി കിട്ടിയേക്കും. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്ത് വേണം എടുക്കാനായിട്ട്. അത്യാവശ്യം കുറച്ച് മാംഗോസ് ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. അപ്പോൾ ബാക്കി വന്ന പോപ്കോൺ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കുകയാണ് രാത്രിയിൽ കഴിക്കാനായിട്ട്. ഇത് ചീസിൻ്റെ ആണ് കേട്ടോ. ലിൻഡോന് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷേങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ രാത്രി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചേക്കാം കേട്ടോ.
പിന്നെ നമ്മൾ വാങ്ങിച്ച് മാങ്കോസൊക്കെ ഒന്ന് അടുക്കി വെക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം നിച്ചിനെ കൊണ്ട് സിനിമ കാണാൻ പോയത് എന്തായാലും സക്സസ് ആയി. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം.